ഞാൻ റെസിസ്റ്റേക്ക് വന്നത് റമദാൻ മാസം നോമ്പ് പറ്റി പുരയില് റീലും കണ്ട് കിടക്കുക. വെറുതെ അത് പണിയില്ല. കഴിഞ്ഞ നോമ്പിന് ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെയല്ലോ. അപ്പോഴേക്കും നിങ്ങള് ഓനെ കയ്യിലാക്കി. അറഫാത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയായിരുന്നു? ജിയാദ് സാർ. കൂട്ടുകാര് കളിക്കാൻ വിളിക്കുമ്പോ ഞാൻ ബാഗ് നോക്കി പായിമോട്ട്. മെയിനായിട്ട് നാട്ടുകാരെന്നെ സപ്പോർട്ട് ഒന്നുമില്ല. കാരണം തീരെ സപ്പോർട്ട് ഒന്നുമില്ല. ഇപ്പോ നിലവില് ലോകത്തിലുള്ള ഏത് വർക്ക് കിട്ടിയാലും ചെയ്യോ? ഡിസൈനിങ്ങില് ലോകത്തിലെ ഏത് വർക്ക് കിട്ടിയാലും ചെയ്യും. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് ഏത് കമ്പനി ആയാലും. നമ്മൾ അറഫാത്താണ്. അറഫാത്ത് പിന്നെ 9ാം ക്ലാസ്സിൽ അല്ലെ 9ാം ക്ലാസ്സിലാണ് നമ്മൾ 360 DG അക്കാദമിയിലേക്ക് വന്നത്. ഞാൻ കറക്റ്റ് ഓർക്കുകയാണ്. അറഫാത്ത് ആദ്യം വന്നു, പിന്നെ അറഫാത്തിന്റെ കാക്ക അല്ലെ, അത് അറഫാത്ത് തന്നെ പറയണല്ലേ തോന്നുന്നു. എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്നുള്ളതേ. ഞാൻ റെസിസ്റ്റേക്ക് വന്നത് റമദാൻ മാസം നോമ്പ് പറ്റി പുരയില് റീലും കണ്ട് കിടക്കുക. വെറുതെ അത് പണിയില്ല. കഴിഞ്ഞ നോമ്പിന് മാസം ഞാൻ റീലും കണ്ട് കിടക്കുമ്പോ തോന്നുന്നു ഇന്ന് കറക്റ്റ് ഒരു വർഷമാണോ നിങ്ങള് ഗ്രൂപ്പില് അതാരോ ഇട്ടതായിട്ട് കണ്ടു പറഞ്ഞോ. ജസ്റ്റ് ഞാൻ റൂമിൽ കിടക്കുക, റീല് കാണാൻ. പിന്നെ റീല് കണ്ടോടുക്കുമ്പോ പെട്ടെന്ന് നിങ്ങളെ ഇത് കണ്ട് ഒരാട് കണ്ടപ്പോ നേരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ അടുത്ത ബാച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കയറി. പിന്നെ കാക്ക വന്നതോ? കാക്ക അന്ന് രാത്രി ഇവിടെ വന്ന്. കാക്ക എന്തേ പറഞ്ഞ വിട്ടു? പൈസന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ഇവിടെ. നൈറ്റ് ഇവിടെ വന്ന് നിങ്ങൾ വേണ്ടേയും സാറ് വേണ്ടേയും. അപ്പൊ 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെയല്ലോ. അപ്പോഴേക്കും നിങ്ങള് ഓനെ കയ്യിലാക്കി വിട്ടേണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഞാൻ പോലെയായിരുന്നു. ഓനെ വിളിച്ചോ ഇവിടെ എത്തി. അതിന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓനെ ഇറങ്ങി നാളെ ക്ലാസ്സിന് ഇറക്കിവിടെ പറഞ്ഞു. ഓക്കെ. പിന്നെ അങ്ങനെയാണ് 360 DG അക്കാദമിയിൽ എത്തുന്നത്. അപ്പൊ എൻ്റെ ഒരു സംശയമാണ്, ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും വലിയ കാരണം അങ്ങനെ എന്തോ ഉണ്ടോ? അല്ല, വാശിയോ? ആരുടെ വാശി വെച്ചാൽ ഡിസൈനിങ് പഠിച്ചെടുക്കണം. ആദ്യം ജസ്റ്റ് ഞാൻ ചെറിയ ലാപ്പ് എടുത്ത് ഡിസൈൻ ചെയ്യുന്നു. ആദ്യം ലാപ്പ് തന്നെ 8ാം ക്ലാസ്സിനായിരുന്നു. അപ്പം ഡിസൈൻ ചെയ്ത ആൾക്കാർ കഴിക്കുമ്പോ ഇത് ബെറ്റർ അല്ല, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ഡിസൈനർ ആണോ, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും. പിന്നെ ഇത് ചെയ്യിപ്പിക്കുന്ന ആളുകളോടുള്ള വാശി അല്ലേ? ഓക്കെ. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പോലെ മുമ്പിൽ ഒന്ന് തലയുയർത്തി നിക്കണം, ഒന്ന് ഉഷാറാക്കണം. ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് ഒന്ന് ഉഷാറാകണം എന്നുള്ളതിലേക്കാണ് ഇത് ചൂസ് ചെയ്തത്. പിന്നെ അറഫാത്ത് ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ അറഫാത്തിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താ ഓർക്കുന്നുണ്ടോ? എന്താ? അതെ 10ാം ക്ലാസ് പാസ്സാകുന്നുള്ളത്. അപ്പൊ അറഫാത്ത് പറഞ്ഞത് അതിലൊന്നും ബേജാറാണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് പാസ്സായപ്പോ റിസൾട്ട് വന്നില്ല. റിസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പാസ്സാവൂലേ? ഓക്കെ. അപ്പൊ നമ്മളെ 360 ഏറ്റവും ചെറുപ്പത്തിൽ 9ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് പിന്നെ നമ്മളൊരു ഫാമിലിയിൽ അംഗമാവുകയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളാണ് അറഫാത്ത്. അറഫാത്തിന്റെ വാക്കുകൾ തന്നെ, ഏത് കമ്പനിന്റെ ഏത് വർക്ക് കിട്ടിയാലും അത് GCC ആവട്ടെ യൂറോപ്പ് ആവട്ടെ, അറഫാത്തിന്റെ പോർട്ട്ഫോളിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അറഫാത്ത്. അറഫാത്തിനെ ആർക്കും സമീപിക്കാം, ആർക്കും വർക്കുകൾ ഏൽപ്പിക്കാം ധൈര്യമായിട്ട് അല്ലേ? ഓക്കെ. പിന്നെ അറഫാത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് വാശിയാണ്. ആ വാശി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാ മീൻസ് ആ ഒരു വാശിയുടെ റിസൾട്ട് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കിട്ടിയാണ്. ഏകദേശം 3 മാസമാണ് ഇവിടുത്തെ ക്ലാസ് അന്ന് കിട്ടിയത്. അന്ന് പോരാതെ എനിക്ക് 10ാം ക്ലാസ് തുടങ്ങുകയാണല്ലോ. അതെ. ഞാൻ നേരത്തെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിന്. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ പോയിന്. എന്നാലും വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടാണ്. അതിനുള്ള ഒരു ഹെൽപ്പ് ഗൈഡൻസ് ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? അഥവാ ഇവിടെ പഠിച്ചത് കൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചോദിക്കല്ല, അതിനുള്ളൊരു ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? 100% കിട്ടിയിട്ടുണ്ടോ? ഓക്കെ തീർച്ചയായിട്ടും.
പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുക, ഇതിന്റെ ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, 360 എന്ന് പറഞ്ഞ ഒരു ഫാമിലി, അതിനെ കുറിച്ച് കുറച്ച് പറയാൻ. വലിയൊരു ഫാമിലി നല്ല എങ്ങനെ വെച്ചാ ഇപ്പം വലിയതായിട്ട് വലിയ കമ്പനി ഇല്ല. എന്റെ പ്രായം എന്ന് വെച്ചാ അതാണല്ലോ. അതെ അതെ അതെ, ചെറിയ അങ്ങനെ ഇതില്ല, ചെറിയ പ്രായമാണ്, എന്നാൽ കൂടി കമ്പനിയാണ്. അറഫാത്തിനെ കുറിച്ച് പറയലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചായ കുടിച്ച ആള് അറഫാത്ത്. ഇവിടെ ചെലവുണ്ടാകുമ്പോ ഏകദേശം 5 കടി, ഒരു ബൂസ്റ്റ്, ഒരു ചായ, അതാണ് എന്റെ കണക്ക്. അത് അറഫാത്ത് എങ്ങനെ ഏടെത്തിയാലും ഇവിടെ എത്തിപ്പെടുകയും ചെയ്യും. ഏതെങ്കിലും അതും അറഫാത്തിന്റെ ഒരു പ്രത്യേകത ആണല്ലേ, അല്ലേ? ഇവിടെ എത്തിപ്പെടല്ലേ നമ്മളെ. പിന്നെ ആ ഒരു സമയത്ത് അതിന്റെ ശേഷമൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അല്ലേ? ആരാന്ന് പറഞ്ഞാല് ഫവാസ് കാര്യങ്ങളൊക്കെ നല്ല കമ്പനി, എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അതെ 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 അതെ. പിന്നെ നമ്മളെ ഈ ഇതിന്റെ ഒരു പേര് തന്നെ 360 എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് ലേൺ ടു ഏൺ, പൈസ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? ആ പൈസ നല്ലതിലേക്ക് നമ്മൾ എന്താക്കിയാൽ വേണോ, ചെലവാക്കിയാൽ വേണം, ഉമ്മക്ക് ഉപ്പക്ക്, അതേപോലെ തന്നെ അതിന് അർഹരായ ആളുകൾ. അപ്പോൾ അറഫാത്ത് ഇവിടെ വന്നതിന് ശേഷം ഏണിങ് ഉണ്ടാക്കുന്നുണ്ടോ? നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്, അത്യാവശ്യത്തിന്. മാഷാ അല്ലാഹ്. അഥവാ ഇതാണ് ഇവിടുത്തെ ഒരു ക്രക്സ്, മീൻസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുക, അതിന്റെ ഒരു ഗുണം അർഹരായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. നമുക്കൊക്കെ കൊടുക്കലുണ്ടോ? ഉമ്മ സന്തോഷിക്കാറുണ്ടോ? തീർച്ചയായും. എന്താ പറയല്? ഉമ്മ എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്, ഈ ഇവിടെ പഠിക്കുന്ന സമയത്ത് മോനൊന്ന് ഉഷാറാക്കണം, മോൻ അങ്ങനെ ആക്കണം എന്നൊക്കെ. ഉമ്മയുടെ സന്തോഷമാണല്ലോ നമ്മളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഉമ്മ ഉപ്പൻ്റെ ഒക്കെ സന്തോഷം. ഉമ്മ എന്താണ് പറയാറുള്ളത് ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ? ഈ പ്രായത്തിലെ ഇങ്ങനെ കോഴ്സിന് വിടാച്ചാ കുറച്ച് ഇതാണല്ലോ. അതെ അതെ അതെ. പക്ഷെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ ഒറ്റയടിക്ക് ഇജ്ജ് പോയിക്കോളാൻ പറഞ്ഞു. കാരണം എന്റെ ഇഷ്ടത്തിനാണ്. അതെ അതെ, അമ്മ വിട്ടതാ. അല്ല, അമ്മ ആടൊക്കെ പോവല്ലേ, ഇജാടൊക്കെ 10 കഴിയട്ടെ എന്ന് പറഞ്ഞില്ല. 10ാം ക്ലാസ് മെയിനായിട്ട് പൊതുപരീക്ഷയാണ്. പൊതുവായിട്ട് ഇതിന്റെ എക്സാം ആണ്. അപ്പം ഉമ്മ നീ പോയിക്കോ, പ്രശ്നമില്ല, അമ്മ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ ഇപ്പൊ നിലവിൽ എന്ത് പറയുന്നു? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കാരണം കുറച്ച് പൈസ ഇപ്പം കിട്ടി തുടങ്ങി, ഫ്രീലാൻസ് വർക്കൊക്കെ എടുത്തിട്ട്. ഓക്കെ. പിന്നെ ആ പൈസ നമുക്ക് കൊടുക്കാറുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ ഏതായാലും വളരെ സന്തോഷം. അതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ പറയുന്നത് ലേൺ ടു ഏൺ. ദെൻ ആ ഏണിങ്സ് നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്ക്, ഉമ്മക്ക് ഉപ്പക്ക് അർഹരായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ കുറേ തവണ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കേട്ടില്ലേ? അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതാണ് ഇവിടെ എന്താണെന്ന് പഠിപ്പിക്കുന്നത്. ഇത് കേട്ടതിൽ വളരെ സന്തോഷം. പിന്നെ ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകൾ പ്രധാനമായിട്ട് എവിടുന്നാ കിട്ടുന്നത്? പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാം ത്രൂ ആണോ, അല്ലെങ്കിൽ GCC വർക്കുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഗൾഫ് രാജ്യങ്ങളിലുള്ള വർക്കുകളൊക്കെ ഉണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലുള്ള ഉണ്ട്, എന്നാലും കൂടുതലും കേരളത്തിലുള്ള വർക്കുകളാണ് ഉള്ളത്. അത്യാവശ്യത്തിന് നല്ല വർക്കുകൾ ചെയ്യാറുണ്ട്. പിന്നെ അറഫാത്ത് ഇപ്പം 10ലാണ്, 10 കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ. അറഫാത്ത് 9 ഇവിടെ പഠിക്കുന്ന സമയത്ത്, 9ാം ക്ലാസ്സിൽ ഇവിടെ 360 പഠിക്കുന്ന സമയത്ത് അറഫാത്തിന്റെ കൂട്ടുകാരൊക്കെ എന്തേ പറയല്? അത് വലിയ കഥ. എന്നാലും പറയുന്നത് നല്ലതാണല്ലോ. മെയിനായിട്ട് നാട്ടുകാരെന്നെ സപ്പോർട്ട് ഒന്നുമില്ല. കാരണം തീരെ സപ്പോർട്ട് ഒന്നുമില്ല. സപ്പോർട്ട് തന്നില്ല. ഞാൻ രാവിലെ എന്ത് ചെയ്യും, ബാഗ് നോക്കി ഇറങ്ങും, ലാപ്പ് ഉണ്ടാവും, അങ്ങാടിയിലേക്ക് ഇറങ്ങി ബസ് ഇറങ്ങി വരണല്ലോ, 1 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ബസ് ഇറങ്ങാൻ വേണ്ടി അങ്ങാടി ഇങ്ങനെ നോക്കുമ്പോൾ എന്നോട് വയ്ക്കും 10ാം ക്ലാസ്സിലേക്ക്, 10ാം ക്ലാസ് അറിയാം, ട്യൂഷനെ പോയിക്കില്ലായിരിക്കും. അല്ല, ഞാനിങ്ങനെ കോഴ്സിനുണ്ട് കമ്പ്യൂട്ടർ. 10ാം ക്ലാസ്സിൽ ഇപ്പം കോഴ്സിനാണ് പോകാൻ അങ്ങനെ കളിയാക്കലുണ്ട്. പക്ഷെ ഓൽക്കറിയില്ല ബാഗിന്റെ ഉള്ളിൽ എന്താണ്, 1 ലക്ഷം റുപ്യന്റെ ലാപ്പാണ്. അന്ന് ഓൽക്ക് അറിയൂല, എന്നാലായിട്ട് പറഞ്ഞൂടെ തന്നെ. മെയിനായിട്ട് പിന്നെ ഓല് അങ്ങനെ വണ്ടിയില്ല. കാരണം പിന്നെ അറിയപ്പെടാം, നാടാകെ അറിയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ പഠിച്ചേന്. അങ്ങനെയാണ്. കൂട്ടുകാര് കളിക്കാൻ വിളിക്കുമ്പോ ഞാൻ ബാഗ് നോക്കി പായിങ്ങോട്ട് ഒരു രാവിലെ എനിക്ക് വരും കളിക്കാൻ വേണ്ടി. ഞാൻ വിളിച്ച് ബെല്ലടിക്കുമ്പോഴേ ഞാൻ എനിക്ക് പോകാണ്ട് അറിയുമ്പോ ഓനിപ്പം വലിയ സംഭവം പോവാണ്, ഇതപ്പം കൂടി വിളിച്ചിട്ടേ ജാടന്തിയ വെറുതെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവൾക്കറിയില്ല നമ്മൾ എന്താണ് ഇവിടെ ചെയ്യണേ. അതെ അതെ അതെ, അതിനുള്ളൊരു പിന്നെ കാര്യം എന്താന്നുള്ളത് അറിയില്ല. അതിന്റെ ഒരു കാര്യം അറഫാത്തിന് കിട്ടിയില്ലേ? കിട്ടി അറഫാത്ത്. പിന്നെ ഏകദേശം എത്ര കടി കഴിച്ചിട്ടുണ്ടാവും? കണക്കില്ല, ആണ്ട് പോവേനെ.
അത് മെയിനായിട്ട് എന്നെ വിളിക്കല് ബില്ല് കൂട്ടാനാ. ബില്ല് കൂട്ടാൻ ഈ മാത്സ് സെറ്റാ അല്ല, അങ്ങനെ കൂട്ടാനല്ല, പൈസ കൂട്ടാന്. ഓ അങ്ങനെ. ഇപ്പൊ 500 രൂപ 1000 രൂപ ആക്കി കൊടുക്കുക. ഓ അങ്ങനെ പൈസ കൂട്ടി കൊടുക്കാൻ. ഏതായാലും പിന്നെ നമ്മള് ഗ്രീൻ പീസിന് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാക്കി കൊടുത്തത് അർഫാദ് തന്നെ ആയിരിക്കും അല്ലേ? അർഫാദ് അല്ലേ ബാച്ചില്? നിങ്ങളെ വെച്ച് ഭയങ്കര വൈബും കൂടിയായിരുന്നു ബാച്ചില്. പിന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതി ഉണ്ടോ? ഏറ്റവും കൂടുതൽ ഫുഡ് തന്നെ അല്ലേ? ഫുഡ് കഴിഞ്ഞിട്ടേ മറ്റൊന്നുള്ളൂ. പിന്നെ അല്ല, അർഫാത്ത് ബാച്ചിൽ ഏറ്റവും വലിയ ഫുഡ് തിന്ന ആളാന്നുള്ള പേര് കേട്ടാണ്. 5ഉം 6ഉം 10ഉം കടി വരെ പോയി എന്നുള്ളത് കേട്ടാണ്. അർഫാത്ത് ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചിലവോ കാര്യങ്ങളോ നല്ല പൈസ ഉണ്ടാക്കണ്ടല്ലോ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കൊടുപ്പിക്കും. എന്റെ ബർത്ത്ഡേ അല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ അല്ല വലുതൊക്കെ വാങ്ങി തിന്നാൻ തുടങ്ങിയ എന്താ അറിയോ? എന്റെ പൈസ പൊട്ടിച്ചാന്. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ 10ാം ക്ലാസ്സിന്റെ ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങിയ ശേഷം അന്ന് ഇവർക്ക് ചെലവെടുക്കാന്ന് ഞാൻ ഗ്രീൻ പീസും കൊണ്ട് അന്ന് ഏകദേശം നല്ലൊരു പൈസ ആയി. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒന്നും ഇവിടെ വരണം, എന്തെങ്കിലും ചെലവുണ്ടാവും, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഇല്ല കണ്ടുപിടിക്കണം. ഈ അടുത്ത് മുനീമിനൊക്കെ ഞങ്ങൾ പൊക്കി. ഇവിടെ വന്ന് ജിയാദിനെ കൊണ്ട് വിളിപ്പിച്ച് ജിയാദിനെ ഗൂഗിൾ പേ ആക്കി ഞങ്ങൾ ചാടിക്കാൻ പോയി. പിന്നെ ആദ്യം ഇങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ തുടങ്ങിയത്. ഏതായാലും ഒരു വളരെയധികം ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു കമ്മ്യൂണിറ്റി. നമ്മളത് പിന്നെ ഒരു അങ്ങനെ ഒരു തമാശക്കാണെങ്കിൽ കൂടി മീൻസ് ഭയങ്കര ഒരു രസവും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഗതികൾ നമ്മൾ അറിയാണ്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹിത്യോത്സവിലൊക്കെ മീഡിയന്റെ അതൊന്ന് എന്താണത്? ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നേരെ സെക്ടർ സാഹിത്യോത്സവിലേക്ക് പോയി, ആടുന്ന ഒരു ഡിവിഷനിലേക്ക് വിളിച്ച് പിന്നെ ജില്ല വരെ എത്താൻ കഴിഞ്ഞു. എല്ലാം മീഡിയ വിങ്ങിന്റെ അത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ? കാരണം പെട്ടെന്ന് വർക്ക് കൊടുക്കണം. റിസൾട്ട് തന്ന അപ്പം തന്നെ ചെയ്ത് എനിക്ക് സ്പീഡ് കൂടും, നല്ല സ്പീഡ് കൂടും. ഇപ്പം ഇവിടെ വെച്ച് നോക്കാൻ എന്റെ സ്പീഡ് നോക്കാനല്ല, എന്റെ ബാച്ചല്ലേ നല്ല സ്പീഡ് കൂടും. കാരണം അത്ര പെട്ടെന്ന് റിസൾട്ട് ഇവിടുന്ന് കാട്ട് വലിച്ചത് ഇങ്ങനെ പേരിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കേണ്ടി വരും, നാട്ടിൽ കൊടുക്കേണ്ടി വരും, കുറേ പണി ഉണ്ടാവും. അത് വെറുതെ കിട്ടിയതല്ലല്ലോ, ക്വാളിറ്റി ഓഫ് വർക്കും അതോടൊപ്പം തന്നെ ഡിസൈനും അതിന്റെ ക്വാളിറ്റി നോക്കി അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്നതല്ലേ. പിന്നെ ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഏതാ ഇഷ്ടം? മീൻസ് പാക്കേജ് ആണോ, ബ്രാൻഡിങ് ആണോ? പോസ്റ്റേഴ്സ് ആണ്. അതെന്താ അങ്ങനെ? പോസ്റ്റേഴ്സ് ആണ് എനിക്കിഷ്ടതാണ് ആദ്യം മുതലേ. നല്ല നല്ല പോസ്റ്റേഴ്സ് ചെയ്യും അല്ലേ? പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ അത് ബിയാൻസിലാണോ അതല്ല ഇൻസ്റ്റാഗ്രാം തന്നെയാണോ? ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മീൻസ് അത് ഇഷ്ടത്തോടല്ലേ ചെയ്യല്? ഇഷ്ടത്തോടെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അതിൽ എത്ര സമയം ചെലവാക്കിയാലും കുഴപ്പങ്ങളൊന്നും ഒരു പ്രശ്നമില്ല, ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റിയൊരു മേഖലയും കൂടിയാണല്ലേ, ചെറിയൊരു താല്പര്യമൊക്കെ ഉള്ള ആളുകൾക്ക്. പിന്നെ ഇതില് സാധാരണ എഡിറ്റുകളൊക്കെ വരാറുണ്ടല്ലോ, അതെങ്ങനെയാണ്? എഡിറ്റ് വെച്ചാല് ഒന്ന് ചെയ്ത് കൊടുത്താൽ പിന്നെ നേരം കൂടെ നെട്ട് തന്നിട്ട് കുറച്ച് വരയൊക്കെ ഉണ്ടാവില്ല, ഞാൻ വരയ്ക്കാത്ത വര ഉണ്ടാവും, ചോലിങ്ങനെ മാർക്ക് ചെയ്ത് തന്നിട്ട് മാറ്റണം, ഫോണ്ട് മാറ്റണം. അത് സ്വാഭാവികമാണ്, ഏത് ഡിസൈനർ ആണെങ്കിലും അത് വേണം. എന്നാലും നമ്മൾ ക്ലയന്റ് എനിക്കിപ്പം 10ാം ക്ലാസ് ആയപ്പോ എക്സാം ഞാൻ നിർത്തി, 1 മാസം ഡിസൈനിങ് ആണ് ക്ലോസ് ചെയ്ത്. പക്ഷെ പിന്നെ ഞാൻ തോന്നുന്നു എനിക്കൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു ക്ലയന്റ് സംസാരിക്കാനായില്ല, എന്നാലും ഞാൻ നിർത്തിയില്ല. ഞാൻ പിന്നെ ക്ലയന്റിനെ സംസാരിച്ച് കുറെ വർക്ക് അങ്ങനെ കിട്ടി, കുറെ വർക്ക് പോയി. കാരണം ഇവിടെ എഡിറ്റിംഗ് പറ്റൂല, കാരണം 1 മാസം ഞാൻ നിർത്തിയല്ലോ, അതിനുശേഷം തുടങ്ങുമ്പോ അതിൻ്റെതായ ഒരു ഗ്യാപ്പ് വന്നല്ലോ. എന്നാൽ കൂടി മാനേജ് ചെയ്ത് പോകുന്നുണ്ടല്ലേ? ഒരു കമ്പനിയിൽ ഇപ്പൊ നിലവിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ? നിലവില് താല്പര്യമുണ്ട്. നിലവിൽ പറഞ്ഞാൽ ഇപ്പൊ മീൻസ് വെക്കേഷൻ ഒരു മാസമൊക്കെ അല്ലേ ഉള്ളതിന്? അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നോ? ഇന്റർവ്യൂ ഇഷ്ടം പോലെ. എന്നിട്ട് അവര് പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ 10ാം ക്ലാസ് ആണ്, അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാവും, ഓൾക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. 1 മാസം മാത്രം. അപ്പൊ ഫ്രീലാൻസ് വർക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ഫ്രീലാൻസ് വർക്ക് തന്നെ അത്യാവശ്യം നല്ല ഫ്രീലാൻസ് വർക്ക് ചെയ്താൽ തന്നെ നല്ല ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് ക്ലയൻസിനൊക്കെ മീൻസ് മീറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കണ്ടെത്തുന്നതൊക്കെ? നമ്മൾ ആദ്യം നല്ല പോകണ്ടേ, നമ്മളൊരു ഡിസൈനിങ്ങിൽ ഒരു പ്രായപൂർത്തി ഉണ്ട്. അതെ കറക്റ്റ്. ഡിസൈനിങ്ങിൽ നമുക്ക് പ്രായപൂർത്തി ആവുന്ന 18 വയസ്സ് കഴിഞ്ഞ്, ഡിസൈനിങ്ങിൽ ഒരു പ്രായപൂർത്തി എങ്ങനെ വെച്ചാൽ
ഇങ്ങോട്ട് മെസ്സേജ് വരണം. ഇങ്ങോട്ട് മെസ്സേജ് വരണ ഓക്കെ ഞാൻ പ്രായപൂർത്തിയായി, ഡിസൈനിങ്ങിൽ പ്രായപൂർത്തിയായെന്ന് ഉറപ്പിച്ച് ഇങ്ങോട്ട് മെസ്സേജ്, ഒരു ക്ലയന്റ് ഇങ്ങോട്ട് മെസ്സേജ് തന്നാൽ എനിക്കെന്നാ വന്നേണ് അപ്പൊ ഞാൻ ഉറപ്പിച്ച് എനിക്ക് പ്രായപൂർത്തിയായി ഡിസൈനിങ്ങില്. അപ്പൊ ഉറപ്പായി നമ്മൾ പ്രായപൂർത്തിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഡിസൈനർ ഇനി ക്ലയന്റിനെ തപ്പി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഇഷ്ടം പോലെ ക്ലയന്റ് മെസ്സേജ് വർക്കുണ്ടോ ചോദിച്ചാൽ ആദ്യം കേട്ടോ 9ാം ക്ലാസ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോ ഉടനെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ മെസ്സേജ് ആളുകള് അഥവാ നമ്മളെ തേടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അല്ലേ? ഓക്കെ. അത് അതിനൊരു പറയും പോലെ നമ്മളെ ഡിസൈൻ ഉഷാറാവാം, അതിനുള്ളൊരു കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, വെറുതെ അങ്ങനെ മെസ്സേജ് അയക്കൂലല്ലോ. നമ്മളെ ഡിസൈൻ ഉഷാറാവാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അറഫാത്ത് വിത്തിൻ 6 months ഒക്കെ, ഒരു 6 മാസമൊക്കെ എടുത്തിട്ടല്ലേ ഉണ്ടാവും. 6 മാസമൊക്കെ, 3 മാസം ഇവിടെ 2 മാസം അല്ലെ? 2 മാസവും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മാസം എടുത്തതോടുകൂടെ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സാഹിത്യോത്സവ്, അതുപോലെ തന്നെ മറ്റു കുറേ എക്സ്പീരിയൻസുകൾ 360 പോലെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്താണ്? ഞാൻ അതിനുശേഷം മുക്കത്തുള്ള സ്ഥാനത്ത് കോഴ്സ് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് കഴിഞ്ഞ ശേഷം ഇറങ്ങിയ ശേഷമാണ് പോയത്. ജസ്റ്റ് ഞാൻ ഉൽത്താനപ്പം പോയായിരുന്നു അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. അപ്പൊ അവിടെ പോയപ്പോ അവിടെ വേറെ കുറെ കോഴ്സ് ഉണ്ട്, ഡിസൈനിങ് മാത്രമല്ല അല്ലാതെയും വേറെ കുറെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരിങ്ങനെ എന്നോട് ചോദിച്ചു ഈ ഏറെ പഠിക്കണ ചോദിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ഡിസൈനിങ് കൊണ്ടുവന്നു. എവിടുന്ന പഠിച്ചാന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ ഓംഷയുടെ 360 ഡിജി അക്കാദമി പഠിച്ചാണ് അന്ന്. അപ്പോൾ വെച്ച് അതേതാ സ്ഥാപനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അടുത്ത ഫീസ് എന്നൊക്കെ. അപ്പം അവിടെ ഫീസ് കുറച്ചേ ഉള്ളൂ ഈ സ്ഥാപനത്തില്. കുറച്ച് തുച്ഛമായ പൈസ ഉള്ളൂ പഠിക്കാൻ. അപ്പം ഇങ്ങനെ ചോദിച്ചു അത്രയും പൈസ അതെന്തിനാ ഇത്രയൊക്കെ കൊടുത്ത് പഠിക്കുന്നത്? അങ്ങനെ ഞാൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് ആൾക്കാരെ കണ്ട്, അവിടുന്ന് ഡിസൈനിങ് പഠിച്ച കുറച്ച് ആൾക്കാരെ കണ്ട്. പോലെ ചോദിച്ച പോലെ പറഞ്ഞ് ഇതെനിക്ക് പണി ആയില്ല, ഇന്നോട് ചോദിക്കാം എൻ്റെ ഇടയിൽ വർക്ക് ഉണ്ടോ, തരാൻ വർക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അയച്ച ഞാൻ അപ്പം കൊടുക്കലുണ്ട്. എനിക്ക് കിട്ടിയ ജസ്റ്റ് ഓനൊന്ന് സന്തോഷത്തിന് വേണ്ടി കൊടുക്കലുണ്ട്. അപ്പൊ ഞാൻ അവിടെ പഠിച്ചു കഴിഞ്ഞതാ. അപ്പൊ അവിടെ തീരെ വർക്കും കാര്യങ്ങളും കൊടുക്കുന്നില്ല. ഒരു റിയൽ ക്ലയന്റ് ഒരു പ്രൊജക്റ്റുകൾ ബേസ്ഡ് ആയിട്ടുള്ള പഠനമല്ല വരുന്നത്. ഇവിടുത്തെ ഒരു പഠനാന്തരീക്ഷത്തിൽ എന്താണ് ഒരു പോസിറ്റീവായിട്ട് കണ്ടതാണ്? മീൻസ് എല്ലാവരും ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പഠിക്കുന്ന ആരാണെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റുകൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അത് എന്താ അങ്ങനെ വരാനുള്ളൊരു കാരണം? ഇവിടുത്തെ സാറുമാരില്ല സാറുമാർ പറയുന്ന സമയത്ത് അറഫാത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായിരുന്നു? ജിയാദ് സാർ. ജിയാദ് വെച്ചാ പുള്ളര് ചിരിപ്പിക്കല്ല, ജസ്റ്റ് ആണ് ഞാൻ ജിയാദാണ് ക്ലാസ് എടുക്കണ. ഞാൻ ഇവിടെ കീബോർഡ് ഇങ്ങനെ പക്ഷെ അങ്ങനെ പറ്റൂല ഒരിക്കലും. എന്റെ അവിടെ ശ്രദ്ധ അല്ല, ഇവിടെ ഞാൻ വേറെ ഡിസൈൻ ചെയ്യണ്ട, അവിടെ നിന്ന് മെയിൻ ആയിട്ട് ക്ലാസ് എടുക്കണ്ട്. എന്നിട്ട് അവിടുന്ന് നല്ല ക്ലാസ് ആണ്, വൈബ് ക്ലാസ് അല്ലേ? ജിയാദ് സാർ മാത്രമല്ല, പിന്നെ ആഷിഖ് സാറൊക്കെ ഞാൻ വന്നപ്പോ പിന്നെ ആഷിഖ് സാറായിരുന്നു. ഇപ്പൊ അവിടെ അല്ല, ഇപ്പൊ ദുബായിലാണ്. പക്ഷെ വന്നപ്പോ ക്ലാസ് എടുത്ത ആഷിഖ് സാറായിരുന്നു. പക്ഷെ അടിപൊളി ക്ലാസ് ആണ്. എല്ലാരും നല്ല മനസ്സിലാവുന്ന ക്ലാസ്സുകളും എനിക്ക് വരെ 2 ക്ലാസ് കിട്ടിയുള്ളൂ. അപ്പൊ അതിന് മുമ്പ് ഞാൻ പോയില്ലേ. അതെ ജാസ് സാർ അടുത്ത് നമുക്കൊരു ചായ കിട്ടാനുള്ള വകുപ്പ് ഉണ്ട്. അത് നമുക്ക് വാങ്ങാം. ഓക്കെ, അത് കാണിച്ചു കൊടുത്തിട്ട് വാങ്ങാം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ അല്ലല്ലോ SLCന്റെ റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ഒരു പ്ലാന്? +1 +2 ഒക്കെ ചെയ്യണ്ടേ? +1 +2 ഇപ്പോഴത്തെ റിസൾട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് ഓപ്പൺ എടുക്കാൻ ആണ് പ്ലാനിങ്. അപ്പൊ ആ സമയം ഡിസൈനിങ് പിന്നെ മാർക്കറ്റിംഗ് എടുക്കാനുള്ള ഒരു ഇതുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടില്ല. പ്ലസ് ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മേഖലയിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഒരു ബിസിനസിന്റെ ഒരു ഏജൻസി ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് ഈ 360 ഡിജി അക്കാദമി ഒരു കാരണമായിട്ടുണ്ടല്ലോ. വലിയ സന്തോഷം. പിന്നെ വേറെന്താണ് പ്രത്യേകമായിട്ട് അറഫാത്തിന് ഇങ്ങോട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? 360 ഒരു ഗെറ്റപ്പ് ഉണ്ട്. ആ പേര് തന്നെ ഒരു
360 എവിടെ പഠിക്കാൻ 360 അത് വെച്ചാൽ ഈ ഇട പോണ 360 ആൾക്കറിയൊന്നുമില്ല എന്നാൽ ഇട പോണ 360 ഓർക്ക് കേൾക്കുമ്പോ വലിയതോ കമ്പനി വലിയ കമ്പനി തന്നെ അല്ലേ? ലാപ്ടോപ്പ് നോക്കി ഇട പോണ 360 ഓനിപ്പോ 360 അല്ല, അങ്ങനെയാണെങ്കിൽ കൂടി കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ആ ചോദ്യത്തിന് കളിയാക്കലിനൊക്കെ ഒരു ഉത്തരം ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോ ഓക്കെ. പിന്നെ അവരും അല്ല ഈ പുച്ഛച്ചോരനെ തന്നിട്ട് വർക്ക്. അത് ശരിയാ. ഓക്കെ. പിന്നെ വേറെന്താ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ കാര്യങ്ങളുള്ളത്? നിങ്ങളെങ്ങനെയാണ് ഒരാളെ കയ്യിലാക്കുന്നത്? കയ്യിൽ കിട്ടി. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ ഇന്ന് ആരാ കയ്യിലാക്കിയത്? കയ്യിലാക്കാ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നാ പിന്നെ എണീറ്റ് പോണേ ഇവിടെ ജോയിൻ ചെയ്തതിന് ശരിക്കും. ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ കണ്ടാ തന്നെ നമ്മൾ വീണ്. അത് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ അറഫാത്ത് ഇവിടെ വന്ന സമയത്ത് ഞാൻ എന്തോ അധികമായിട്ട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മള് പറയേണ്ടത് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷെ പറയണ ആ രൂപവും കാര്യങ്ങളൊക്കെ ഒരു അമേസിങ് സാധനമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഞാൻ എന്തെങ്കിലും കൂട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അഡ്മിഷൻ എടുക്കണ്ടെന്നായിരിക്കും പറഞ്ഞത് അല്ലേ? ക്ലാസ്സിലൊക്കെ പറഞ്ഞതാ. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ വന്ന് ഞായറാഴ്ചയായിരുന്നു. അതിനൊന്നും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ടില്ല. കൂടുതൽ പറയാൻ തന്നെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത് തുടങ്ങിയിട്ട് ഇവിടെ കേറണ്ടാന്ന് പറയുന്നത്. എന്നാല് ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല. പിന്നെ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടേക്ക് ചോദിക്കാനുണ്ടേ. പിന്നെ നമ്മളതിനെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നോക്കിയത്. ഇവിടെ എത്തി. അപ്പൊ നമ്മളെന്താ വെച്ചാല് ആ ഒരു ചോദ്യത്തിന്റെ മറുപടി നമ്മൾ പറയേണ്ടത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറയാ. ബാക്കിയുള്ള ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളാണ് അതിന്റെ ഡെസിഷന് ചോയ്സ് എടുക്കേണ്ടത്. അതിപ്പോ കാക്ക പറഞ്ഞല്ലോ അല്ലേ? കാക്ക എന്താ ചെയ്ത് അവിടെ എത്തിയപ്പോ ജോയിൻ ചെയ്യില്ലാന്നേക്കും പറഞ്ഞല്ലേ? കാക്ക വീട്ടിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അടിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അപ്പൊ പറഞ്ഞ് ജോയിൻ ചെയ്യല്ലേ, ഞാൻ ഒന്ന് കയറി ചോദിച്ചോട്ടെ പൈസയുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ 5 മിനിറ്റ് എൻ്റെ അമ്മയോട് പോലെയെന്ന് പറയുന്നുണ്ട്. 5 മിനിറ്റ് എൻ്റെ വിളിച്ച് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ തന്നെ വിളിച്ച് റഫാത്തെ ഇനി ഒരു ചായ എൻ്റെ വക എന്നാ കിട്ടുക? കൊടുക്കൂ, ഞാൻ തരൂല. തന്നെടുത്താൽ മതിയായിരുന്നു. നിങ്ങൾ തന്നെടുത്താൽ എനിക്ക് മതിയായിരുന്നു. അല്ല, നമ്മളെ മറ്റേ ടീമൊന്നും വരൂല. ഞങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ ചായ. അടുത്ത മാസം എന്താണ്? അടുത്ത മാസം ബർത്ത്ഡേ ഒന്നല്ല, എന്ത് റിസൾട്ട്. അപ്പൊ റിസൾട്ട് അറഫാത്തിന്റെ റിസൾട്ട് നമ്മൾ അന്നൊക്കെ പറഞ്ഞു. അറഫാത്ത് SSLC എഴുതി റിസൾട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ പടക്കം പൊട്ടി ആഘോഷിക്കുന്നു പറഞ്ഞു. പാസ്സായാലേ പ്ലസ് പ്രതീക്ഷിക്കണ്ടേ? പാസ്സായാ മതി. അതല്ല നമ്മള് പാസ്സായാലേ കുടുങ്ങി. അറഫാത്ത് ജയിക്കും. അറഫാത്ത് എന്തായാലും ജയിക്കും. ഏതായാലും പിന്നെ വളരെ സന്തോഷം അറഫാത്ത് ഈ ഒരു ലേൺ ടു ഏൺ ടോക്കിൽ സംവദിച്ചതിൽ വളരെ സന്തോഷം. അറഫാത്ത് നല്ല വർക്ക് ചെയ്യുന്ന, അടിപൊളിയായിട്ട് ഡിസൈനിങ് വർക്കുകൾ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആളാണ് അറഫാത്ത്. അപ്പോൾ ഏത് കമ്പനിക്കും ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ കിട്ടണമെന്ന് താല്പര്യപ്പെടുന്ന ഏത് കമ്പനിക്കും ധൈര്യമായിട്ട് വർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പോർട്ട്ഫോളിയോ ഉള്ള ആളാണ് അറഫാത്ത്. ഏത് കമ്പനിയുടെ വർക്കും എടുക്കാനുള്ള കോൺഫിഡൻസും അറഫാത്തിനല്ലേ? തീർച്ചയായിട്ടും. അത് ഏത് രാജ്യത്തിൻ്റെ GCC എന്നാവട്ടെ, യൂറോപ്പിൽ നിന്നാവട്ടെ, നാട്ടിൽ നിന്നുള്ള നല്ല നല്ല കമ്പനികൾ ആര് വന്നാലും ധൈര്യമായിട്ട് അറഫാത്തിനെ സമീപിച്ചിട്ട് വർക്കുകൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രീലാൻസുകൾ വലുതായിട്ട് അറഫാത്തിന് എന്ത് ചെയ്യണം? ഒരു നല്ലൊരു ഏജൻസി, ഒരു കമ്പനി, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും അറഫാത്ത് നമ്മളൊക്കെ 360 ഫാമിലിയിലുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരാളാണ് അറഫാത്ത്. അറഫാത്തിന് എല്ലാവിധ ആശംസകളും പിന്നെ വിജയങ്ങളും നേരുന്നു. താങ്ക് യു.